തങ്കക്കിന പൊങ്കൽ തകിത്താളം പിടിക്കുമ്പോൾ അഴകെന്നെ വിളിക്കുന്നു ഈ പാട്ടിൽ ഇങ്ങോട്ട് വരുമ്പം പെയിന്റ് പണി ചെയ്യാൻ എന്തൊരു ഉന്മേഷം, എന്തൊരു ഉന്മാദം, എന്തോന്ന് ഒരു ആഹ്ലാദം, എന്തോന്ന് കിരിയിരിപ്പല്ലേ. കിരികിരിപ്പും ഉന്മാദവും കൂടി ഞാൻ എന്റെ അടുത്തോട്ട് ഞാൻ അണഞ്ഞു വാ എന്തെന്നാ ചേർന്ന് വന്നാ എന്ത് കണ്ടാക്കെ. ഈ കിരികിരിപ്പും ഉന്മാദവും ഈ പാർട്ടി മാത്രമല്ല എന്റെ ഈ സൈഡിലെ പണിക്കും വേണം കേട്ടാ, അത് മറക്കല്ലേ. അല്ല പറയണ കേട്ടാ പണി ചെയ്യാത്ത പോലെ ഞാൻ പണി ചെയ്യുന്നില്ലേ. നീ ഭയങ്കര പണിയാണ് ഇവിടെ ചെയ്യണത്. എടാ നീയൊക്കെ കാരണം ആ സ്കൂളിലെ പണി പോയത് അറിയാം, നീയൊക്കെ കാരണം കേട്ടാ. നീ കാരണമല്ല, നീ കാരണം, നീ ഒറ്റ കാരണം ആ സ്കൂളിലെ പണി പോയത്. എല്ലാം കൂടെ എന്റെ തല്ലേ കൊണ്ട് വെക്കണതിന്. സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പെയിന്റ് അടിക്കാൻ പറഞ്ഞു. കൊച്ചു കുട്ടികൾ പറഞ്ഞതല്ലേ, ഈ ചെവരില് നല്ല മൃഗങ്ങളുടെ പടം വരച്ചു വെച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? നല്ല മൃഗങ്ങളെ പടം വരച്ചു വെച്ച് LKG-യിലും UKG-യിലും പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പഠിക്കാൻ പറയുന്ന സ്കൂളിൽ ഇവൻ വന്യമൃഗങ്ങളെ പടം വരച്ചു വെച്ചേക്കണം. മാനിന്റെ കഴുത്ത് കടിച്ചു പിടിക്കണ സിംഹം, കുളത്തിന്ന് കയറി വന്നിട്ട് കാട്ടുപോത്തിന്റെ കുടൽമാല വലിച്ചു പിടിക്കണ മുതല, അതൊക്കെയാണ് മൃഗങ്ങൾ. നിന്റെ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ വന്ന പിള്ളേരെല്ലാം അവിടെ കരഞ്ഞോണ്ട് വീട്ടിൽ പോയി. പ്രവേശനോത്സവം പ്രശ്നോത്സവം ആയെന്ന് കേട്ടിട്ടേ അന്നാണ് കണ്ടത്. എന്റെ ഭാവന അങ്ങനെ ആയി പോയി. ഇങ്ങോട്ട് വാ, നിന്റെ ഭാവനെ ചേതമാൻ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാറുണ്ട്, ഒന്നുകൂടി അണഞ്ഞ് ചേർന്ന് അടുത്ത് വാ. പറ കണ്ടാക്കെ. ആദ്യത്തെ സൈറ്റിലെ പണിയാണിത്. തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെണ്ണുങ്ങൾ പെണ്ണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ ഒരു ഗിരിഗിരി പണി നിനക്ക്. ഇങ്ങോട്ട് വാ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെണ്ണുങ്ങളുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പണി തോണം കേട്ടാ. സമാധാനത്തിൽ നിന്ന് പണി തോണം. അല്ല ഞാൻ ചെല്ലുമ്പോ മറ്റേ പുട്ടിയിടാൻ പറയുന്ന ഷിബു ഒന്ന് പണിക്ക് വരുമോ? പുട്ടിയിരുന്ന ഷിബു ഇനി തൊട്ട് പണിക്ക് വരെയില്ല. വരൂലേ? അവിടെ പോയി. അവൻ മറ്റേ കോമഡി മാസ്റ്റേഴ്സില് ശ്രീവിദ്യല്ലേ, ആ കൊച്ചിന്റെ പേഴ്സണൽ മേക്കപ്പ് ആയിട്ട് പോയിരിക്കുക. ഓഹോ, അപ്പൊ പെയിന്റിങ്ങിന്റെ പണി നിർത്തിയിട്ട് ടാറിങ്ങിന്റെ പണി തുടങ്ങി. ടാറിങ്ങിന്റെ പണി മനസ്സിലായില്ല. ഈ കുണ്ടും കൂടി നേർത്തിയല്ലേ ടാർ ഇടുന്നത്. ഇവിടെ ആകുമ്പോ ചെറിയ പുട്ടി ഇട്ടാ മതിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കട്ടിക്ക് പുട്ടിയിടണം. ഒരു പ്രത്യേക കാര്യം, ഇവിടുത്തെ പണി കഴിഞ്ഞാൽ ഇനി നമുക്ക് അങ്ങ് കുണ്ടറലാണ് പണി കേട്ടാ. കുണ്ടറല് നീ കുണ്ടറ വരെ. ഞാൻ ഇല്ല കുണ്ടറാക്കെ. കണ്ടറാക്കെ മാറി. നീ മോളെ കയറുന്ന പെയിന്റ് അടിക്കണം കേട്ടാ. അല്ല മോളെ കയറി പെയിന്റ് അടിക്കണം. കുതിരയുണ്ടോ? കുതിരയില്ല, തുമ്പിക്കൊള്ള ആനയുണ്ട്. വാ. തുമ്പിക്കൈയുള്ള ആന. കണ്ടറാക്കെ എന്തോന്ന് പറയണത്? തുമ്പിക്കൈയുള്ള ആന. ഇത് ആ കലേഷിന്റെ കിച്ചുവിന്റെ അരുണിന്റെ എങ്ങാനും വല്ല ലേഡീസ് ഹോട്ടലും പെയിന്റ് അടിക്കാൻ പോയാൽ അതിന് അഷിക്കെടുക്കാൻ പോലും ഒരു പെണ്ണുങ്ങളില്ലല്ലോ. ചേട്ടാ ചേട്ടാ കേക്കും മനസ്സ് മൊത്തം പെണ്ണായോണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. അതെ ചേട്ടാ, ഇവിടെ 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 ഇവിടെ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീല നിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണന്നല്ലോ. അതെ, ഒരു ഉപകാരം ചെയ്യോ? കുട്ടിക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ലോകത്ത് ആർക്ക് ഉപകാരം ചെയ്യാൻ? എന്റെ വീട്ടിൽ ആരും ഇല്ല, അപ്പൊ ഞാൻ തനിച്ചായതുകൊണ്ട് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇത് ക്ഷണമാണോ പരീക്ഷണമാണോ? അതെ, വീട്ടിലെ പൈപ്പില് വെള്ളം വരുന്നില്ല. ഞാൻ പ്ലംബർ അല്ല, വേണമെങ്കിൽ ഞാൻ തല മുട്ടയടിച്ച് പ്ലംബർ ജോണിയായിട്ട് വരാം. അതല്ല, വീട്ടിലെ പൈപ്പില് വെള്ളം ഇല്ലാത്തോണ്ടേ ചേട്ടാ കിണറ്റിൽ പോയിട്ടേ ഈ കുടത്തിൽ കുറച്ച് വെള്ളം എടുത്തരുമോ? വെള്ളം കോരാനാ? ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും കൊടത്തി പിടിച്ച് കേറാം. മാരകേളി ലാലസാവേഗം ചേട്ടാ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഇവിടെയല്ലേ. അല്ല ഞാൻ കൊണ്ടുവന്ന് തരാം, വീട്ടിൽ ആരും ഇല്ലല്ലോ. അതൊന്നും വേണ്ട, ഇത്രയും സഹായം ചെയ്ത് നന്ദി. എന്താ പേര്? സോന. സോന. സോന സാബു. സാബു സോന, രണ്ടിലുണ്ട് യെസ്. അപ്പൊ യെസ്, ഉത്സവത്തിനുണ്ട് ആന, പറമ്പിലുണ്ട് ചേന. നീ എന്റെ സോന പോയാ സോനെ? സോനെ വെള്ളം 2 കുടം എത്രയാണേ കൊണ്ടുവരാട്ടോ.
സോനാ സോനാ ഏയ്. സോനാ കണ്ട്രാക്ക് വിളിക്കണം കണ്ട്രാക്ക് വിളിക്കണം അങ്ങോട്ട് വാ എന്തിന് ലൈൻ ഇടാൻ വാ അങ്ങോട്ട് വാ ഞാൻ ഇവിടെ ലൈൻ ഇട്ടോളാം നീ അവിടെ ലൈൻ ഇട്ടാ മതി ഇങ്ങോട്ട് വന്നാ 2 ദിവസം പണിയുള്ളൂ വാ ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് എടാ നീ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരുപാട് പണിയുണ്ട് ഞാൻ ഇവിടുത്തെ പണി ചെയ്തോളാം നീ പോയി അവിടുത്തെ പണി ചെയ്താൽ മതി ഇവിടെ കണ്ട്രാക്ക് വിളിക്കണം വാ ഇങ്ങോട്ട്. കൺട്രാക്ട് വിളിക്കുമ്പോ വരാൻ എന്റെ ഇഷ്ടത്തിലാണ് ഞാൻ പണിക്കണം കേട്ടോ അക്രമം ഒന്നും ഇവിടെ കണ്ട്രാക്ക് പറഞ്ഞില്ലേ ഭായി കാണിക്കണത് എവിടെ പണി സെറ്റ് പോലെ അടിയും കീരിയും പാമ്പുമാണ് അല്ല കണ്ടാക്കെ ഞാനാണ്ട് ഈ മതിൽ വൃത്തിയാക്കിയിട്ട് ഇതിന്റെ ബാക്കി കളർ അടിക്കല്ലോ അപ്പുറത്ത് ലൈൻ അടിക്കാനുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നില്ല ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഡേയ്, ഡേയ്, ചുമ്മാ ഒരു അതെടുത്തോ പാട്ടെടുത്തോണ്ട് വേണം പാട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരായി ഇങ്ങോട്ട് വാ. ഇവിടെ കിടന്ന് കറങ്ങണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ പെണ്ണിന്റെ മണം പെണ്ണിന്റെ പണോ അതെ ചേട്ടാ ഉള്ളിൽ കലികൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കലികൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കുട്ടി കേൾപ്പിയല്ലേ ഞാൻ നിൽക്കുന്നത് അതെ വീട്ടില് പൈപ്പില് വെള്ളമില്ല അപ്പൊ കുറച്ച് വെള്ളം എടുത്തു തരുമോ ആ കിണറ്റിന്ന്? വെള്ളം മാത്രം എടുത്താൽ മതിയാ ചന്തയിൽ പോകണം തൽക്കാലം വെള്ളം മാത്രം മതി. വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ ഓ, ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം ചേട്ടാ ഞാനിവിടെ. അല്ല അടുക്കള കൊണ്ട് വെക്കാം അതൊന്നും വേണ്ട, വേണ്ടേ? അത്ര സഹായം വേണ്ട. ഇരിക്കണ്ടേ? ആ, പിന്നെ ചേട്ടാ നേരത്തെ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടൊരു കൺട്രാക്ടർ ലുക്കൊക്കെ ഉള്ള ഒരാള്. കണ്ട്രാക്ക ആ അത്യാവശ്യം നല്ല സുന്ദരനായ ഒരു അത് കൺട്രാക്ടർ. കണ്ട്രാക്കൊന്നുമല്ല പിന്നെ അതെടുത്ത പണിക്കാരേ പണിക്കാരനോ? ഞാൻ വേഷം കണ്ടപ്പോ വിചാരിച്ച കൺട്രാക്ടാന്ന്. ഞാനല്ലേ ഇവിടുത്തെ കണ്ട്രാക്ക് ചേട്ടനാണോ? കണ്ടാ പറയില്ല കേട്ടോ. കണ്ട ആരും പറയില്ല കണ്ട്രാക്കാണ് പിന്നെ പേരും തോന്നുന്നു സോന. സോന 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 യുദ്ധത്തിനുണ്ട് സേന, കുട്ടികളുടെ കയ്യിൽ പേന, എന്റെ മനസ്സിൽ സോന. സോന പോയാ പോയില്ല. സോന എന്താ വാടാ നിന്നെ കൺട്രാക്ട് വിളിച്ചോ. കണ്ട്രാക്ക് എന്നെ വിളിച്ചെന്നില്ല പടാ. ഞാൻ ലൈനിന്റെ ബോർഡർ ഇട്ട് ഇല്ല, കണ്ട്രാക്കിനെ വിളിച്ചില്ല. എനിക്ക് ഇവിടെ മതിലിൽ പെയിന്റ് അടിക്കണം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട് പടാ. മതില് പെയിന്റ് അടിച്ച് തീർന്നിരിക്കണം. നീ പോയി അവിടത്തെ അതിന്റെ ബാക്കി പരിപാടി എനിക്കിവിടെ പെയിന്റ് അടിക്കണമെന്ന്. നിനക്ക് ഇവിടെ പെയിന്റ് അടിക്കണ്ടല്ലോ, ഇവിടെ പെയിന്റ് അടി. ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് നോക്കണം. ഇവിടെ പെയിന്റ് അടിക്കണമെന്ന് എനിക്ക്. എടാ, ഞാൻ അടിച്ചോളാം, നീ പോയി അവിടെ. ഞാൻ അടിച്ചോളാം. ഇവിടെ ഞാൻ പെയിന്റ് അടിക്കും കേട്ടാ. അതെന്താ അങ്ങനെ ഒരു ഓർത്താണ് നീ ഇപ്പൊ? എന്ത് നിനക്കെന്താ അങ്ങനെ തോർത്താനോ? നിനക്കെന്ത് ഇപ്പൊ അങ്ങനെ ഒരു ഓർത്താണ്? എന്താ എന്ത് നിനക്ക് നിനക്കെന്ത് എന്ത് അല്ല എന്താ 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 എന്ത് അല്ല എനിക്ക് അറിയണല്ലോ എന്ത് കുഴപ്പം? എന്താ 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 എടാ എടാ ഡാ ഡാ എന്താ ഡാ അറിയാലേ, നിനക്കെന്നെ അറിയാലേ. കൊണ്ടുപോയി ഇതാണ് കുഴപ്പം. എവിടെ ചെന്ന് അടി എന്താണ് പ്രശ്നം? എന്താണ് എന്റെ സോന എന്റെ സോന അപ്പുറത്ത് എന്റെ സോന. എന്റെ സോനെ എന്റെ സോനക്ക് നീ സത്യം സോനാക്കിത്തിനെ സോന എന്ന് വെച്ചാ സോന ആരെന്ന് എന്റെ സോന യവനെ ഞാൻ കൊല്ലും. എന്റെ കാര്യം പറ കാര്യം പറ അടിയുടെ കാര്യം പറ കാര്യം പറ മക്കളെ. അപ്പുറത്തെ വീട്ടിലെ സോനയില്ലേ, ആ അവള് ഞാൻ സോനയായിട്ട് ഇഷ്ടമാണ്. അവള് ഞാൻ വെള്ളം എപ്പോ ഇഷ്ടത്തിലേ എന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞു, എന്റെ അടുത്ത് വെള്ളം കോരി കൊടുക്കാൻ പറഞ്ഞു. ഇനി ഇവിടെ പണി ഇറക്കണമെങ്കിൽ തീരുമാനത്തിലെത്തണം. ആ കൊച്ചിനെ ഞാൻ വിളിക്കാം, വിളിച്ച് ചോദിക്കാം. തിരക്ക് ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമുണ്ട്. ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമുണ്ട്. ഇഷ്ടം ചോദിക്കാം, കൊച്ചിനെ ചോദിക്കാം. അതെ കൊച്ചേ, കുട്ടി എന്തോ ഒന്നിങ്ങ് വരൂ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? അയ്യോ എനിക്ക് വയ്യ ചേട്ടാ, ഇവിടെ നിന്നാ പോരെ? അല്ല, ഒരു ചെറിയൊരു പ്രശ്നം തീർക്കാവുണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വരുമോ? ഒന്നൊരു രണ്ട് തീരുമാനം ഉണ്ടാക്കി തരാം. La
എന്താ ചേട്ടാ? പൂച്ചി, പൂച്ചി. എന്താ ചേട്ടനെ വിളിച്ചത്? അല്ല, പറയട്ടെ, പറയട്ടെ. കുഴപ്പമില്ല പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നം. ഇല്ല, ഇല്ല, ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിച്ച് തീർക്കും. ആരെന്നറിയണം, ആരും ഇഷ്ടം മാറി. എന്താ ചേട്ടനെ വിളിച്ചത്? കൊടോ കൊച്ചു കെട്ടിക്കുന്നു. വെള്ളം കോരിക്കിട്ടോ കുഴപ്പമില്ല, ഒളിച്ചേക്കേണ്ട ആവശ്യമില്ല. അത് കുടമല്ല. കുടമില്ല. ഇവിടെ കുടമാണോ വിഷയം? ആരും ഇഷ്ടമൊന്നല്ല വിഷയം. അത് തീർത്തുക. സംസാരിക്കേണ്ട വിഷയം തീർന്നു. കുഴപ്പമില്ല. അത് കൊച്ച വേറെ ഒന്നുമല്ല, ഇവർക്ക് രണ്ടുപേർക്ക് ചെറിയൊരു സംഭവം. അത് എന്ത് സംഭവം? ഗ്യാസ് ഉണ്ടെങ്കിൽ ഇഞ്ചി ഇങ്ങനെ വായിലിട്ട് കഴിച്ചാൽ മതി, ഗ്യാസ് മാറിക്കോളും. ഓ, ഗ്യാസും കുടമൊന്നും അല്ല. ആ കൊച്ചു ഗർഭിണിയാണ്. എവിടെ വെച്ച്? ഇവിടെ വെച്ചാ? എപ്പോ? ഞങ്ങളല്ല. പിന്നെ ആ കൊച്ചിന്റെ ഭർത്താവിനാൽ ആ കുട്ടി ഗർഭിണിയാണ്. അതെ, അങ്ങനെയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നു. അല്ല എന്നിപ്പോ എന്തിനാ അങ്ങോട്ട് വിളിച്ചത്? എനിക്ക് അല്ലെങ്കിൽ വയ്യ. അല്ല, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് കുട്ടിയെ വിളിച്ചത്. ആ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ച് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴാകുമ്പോ ഒരു ലാലിയിൽ ഇതങ്ങ് തീർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുങ്ങണമെങ്കിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകും കേട്ടോ. വേറൊരു കാര്യണ്ട്, നിങ്ങൾ ഈ പ്രശ്നം പെട്ടെന്ന് തീർക്കുന്ന നല്ലത്. കാരണം ഹസ്ബൻഡ് അറിഞ്ഞാലേ ഇത് ഇവിടെ കൊണ്ട് നിൽക്കൂല. ഹസ്ബൻഡ് എന്താ ജോലി? SI. SR അല്ല, SI. അപ്പം SI ആയ സ്ഥിതിക്ക് നമുക്കിതിനി അങ്ങോട്ട് കൊണ്ടുപോകണോ? ഇനി നമുക്കൊരു എൻഡ് മ്യൂസിക് ഇട്ട് അങ്ങ് നിർത്താം. അങ്ങനെ ചുമ്മാ എൻഡ് മ്യൂസിക് ഇടാൻ പറ്റുമോ? ടൈമിംഗ് ഇല്ല, എൻഡ് മ്യൂസിക് ഷിബിൻ ഇടൂ. ടൈമിംഗ് കിട്ടിയാൽ മതിയോ? ടൈമിംഗ് വേണം. സഹോദരി ഒരു കാര്യം ചെയ്യൂ, ഒന്ന് നാക്കാൻ പറ്റൂ? അതെന്തിനാ? അല്ല, ഈ ഹാ ഹൂ ഹി അല്ല, ഒരു എ ഒന്ന് നാക്കാൻ പറ്റൂ? ആക്കാം. ഒന്ന് നീട്ടി ഒന്ന് ഒന്ന് ആക്കിയേ.